ശ്രദ്ധിക്കണട്ടോ, ഇന്നൊക്കെ പലരും വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം ബന്ധങ്ങളിലൂടെ കുടുംബം കൈവിട്ടുകൊണ്ടിരിക്കുക. 10ാം ക്ലാസ് കൂടെ പഠിച്ച ഗെറ്റുഗദറിന് കിട്ടിയ നമ്പറിന്റെ പേരിൽ എത്ര കുടുംബങ്ങളാ കണ്ണീര് കുടിക്കുന്നത്, എത്ര ആളുകളാ ഓരോ കുടുംബത്തിനെയും വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കണ്ട. ഓരോ രാവും, ഓരോ മെസ്സേജും, ഓരോ ഇമോജിയും അള്ളാന്റെ അടുത്ത് നിങ്ങൾക്ക് വലിയ ശാപമായിട്ടും കുറ്റമായിട്ടും കാണാൻ പറ്റും. കാരണം അവനവന്റെ വീട്ടിലുള്ളത് നമ്മളെ കുടുംബത്തിന് മാത്രം അവകാശപ്പെട്ടതാ. ഇന്ന് ആളുകൾ വിചാരിക്കുന്നത് ഇൻസ്റ്റഗ്രാം ഇങ്ങോട്ട് തുറന്നു വെച്ച് കണ്ട അതാണ് ജീവിതം എന്നാ. അത് അഭിനയാ മനുഷ്യരെ. എത്ര ഇൻസ്റ്റഗ്രാമിലുള്ള ആളുകളും ആത്മഹത്യ ചെയ്തു. എത്ര ഇൻസ്റ്റഗ്രാമിന്റെ വലിയ പിന്തുടർച്ചക്കാരുള്ള, സബ്സ്ക്രൈബുള്ള എത്ര പെൺകുട്ടികൾ, എത്ര കുടുംബത്തിലെ കുടുംബിനികള്, എത്ര ആണുങ്ങൾ ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ടാണെന്നറിയോ? ഈ ക്യാമറന്റെ മുൻപിലുള്ള ജീവിതമൊന്നും കണ്ട് ആസ്വദിക്കരുത്. ഓനും ഓളും കൂടി ഇങ്ങനെ അഭിനയിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽസ് ഇടുമ്പോഴേക്കും അത് പിയ്യാപ്പിളക്ക് അയച്ചു കൊടുത്തിട്ട് പറയാ, എനിക്ക് ഇങ്ങനത്തെ ഒരു പിയ്യാപ്പിളിനെയും വേണ്ടി, നിങ്ങൾ നോക്കി എന്ത് രസാ. ഓനോളോടും പറയും, ഒരു ക്യാമറ കണ്ട അഭിനയിക്കുന്നതിന്റെ ഒന്നും യാഥാർത്ഥ്യമല്ല, അത് നിങ്ങളും അഭിനയിക്കും. ഈ സദസ്സിനെ ഒന്ന് വീഡിയോ പകർത്താൻ വേണ്ടി ഒരു ക്യാമറമാൻ വന്നോക്കട്ടെ. നിങ്ങൾ കാണില്ലേ കല്യാണപ്പുരയിലൊക്കെ വാരി വലിച്ച് തിന്നുമ്പോഴായിരിക്കും ക്യാമറമാൻ വരിക. അപ്പൊ കാണാം നല്ല ഡീസന്റില്, കാരണം കോയിക്കാലൊന്നും എടുക്കുകയില്ല, പിടിക്കുകയില്ല. എന്താ? ക്യാമറയിൽ നല്ലോണം കാണണം. ക്യാമറ തുറന്നു വെക്കുന്നവൻ അഭിനയിക്കും. ഓന്റെ യാഥാർത്ഥ്യമല്ലത്, ജീവിതല്ലത്. എന്നിട്ട് അത് കണ്ടിട്ട് പിയ്യാപ്ല പോരാ, മൂപ്പർക്ക് റൊമാൻസ് ഇല്ല, മൂപ്പർക്ക് കുറവാണ്, മൂപ്പർക്ക് ഇങ്ങനെയാണ്. ഓൻ ആയുസിൽ നെഞ്ചും പൊട്ടി സമ്പാദിച്ചതാ തിന്ന് തീർക്കുന്നത് എന്ന് ചിന്തിക്കാത്ത പെണ്ണുങ്ങളുണ്ട്. ആ പെണ്ണിന്റെ മനസ്സിന്റെ പ്രാർത്ഥനയാ ആയുസോടെ നിലനിർത്തുന്നത് എന്ന് ചിന്തിക്കാത്ത ആണുങ്ങളുണ്ട്. ഇന്നത്തെ ഏറ്റവും വലിയൊരു നാശാണത്. ഇൻസ്റ്റഗ്രാമും വാട്സപ്പും ഫേസ്ബുക്കും. അത് അവിടെ തീരുന്നില്ല. ഒരായുസ് മുഴുവൻ മക്കൾക്ക് വേണ്ടി സ്വപ്നം കണ്ട് ജീവിച്ച അമ്മനെയും വാപ്പനെയും ചവിട്ടിത്തേരയ്ക്കുന്ന മക്കള്. എന്താപ്പം ബന്ധം? വാട്സപ്പ് പ്രേമം, ഫേസ്ബുക്ക് ബന്ധം, ഇൻസ്റ്റഗ്രാം കല്യാണം. ഇപ്പൊ അതൊക്കെ ഒരു ഷോയാ അല്ലേ? നിക്കാഹിന് പോകുന്നത് ഷോ, നിക്കാഹിന് അന്ന് തുള്ളുന്ന ഷോ. ഞാൻ പറയാറുണ്ട്, ഉമ്മാരെ നിലവാരം കുറഞ്ഞതിനൊന്നും നിങ്ങൾ പോരുതിട്ടോ, നിങ്ങൾക്കൊരു ഇസ്സത്തില്ലേ. ഞാൻ ഉമ്മാരെ മാത്രം കുറ്റം പറയാന്ന് ചിന്തിക്കണ്ട. നിങ്ങളെ കാലിലോട്ടിലാ പടച്ചോൻ സ്വർഗം പഠിച്ച്. സ്വർഗത്തിന്റെ 8 വാതിലും പടച്ചോൻ തുറന്നിറന്ന് നിങ്ങൾക്കാ. ഒരു ഉമ്മാന്റെ കാലിന്റെ ചോട്ടിൽ സ്വർഗം. ഒരു ഉമ്മ പ്രാർത്ഥിച്ച മക്കള് സ്വർഗം. അള്ളാന്റെ ദീനിന് പടച്ചറബിന്റെ തിരുദൂതം പറയുന്ന ഒരു വാക്കുണ്ട്. ഒരു സ്ത്രീയോളം പടച്ചറബ് അവസാനത്തെ പ്രസംഗത്ത് പോലും പറഞ്ഞു, വത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളോട് നിങ്ങൾ മര്യാദയോടെ പെരുമാറണേ. ആ ഇസ്സത്ത് മനസ്സേറ്റി കൊണ്ടിറക്കേണ്ടതിന് പകരം ആരെങ്കിലും ഒരു 20,000 മുട്ടായി തരുമ്പോഴേക്കും ആ മുട്ടായിന്റെ കൊട്ടയും പിടിച്ചിട്ട് ഇങ്ങനെ ക്യൂ നിന്നിട്ട് പോകാൻ നിൽക്കണ്ട. അതൊന്നും ഇസ്ലാമിലില്ലാത്ത. ചുരിദാർ ഇട്ടോളും പർദ്ദട്ടോളും ഒക്കെ മുട്ടായി കൊടുക്കാൻ പോവുക. ഇനി ആടുന്നൊരു തുള്ളൽ. ഇപ്പൊ എന്താ ഗൗരവം എന്നറിയാം ഞങ്ങൾക്ക്? പെൺകുട്ടിയുടെ അമ്മാരും വാപ്പാരും ഡാൻസ് പഠിക്കേണ്ട കാലാ. ഞാൻ മോള്, വലിയ മോള് +2 വണ്ണേരിയ അവിടെ ഉണ്ട്. ഞാൻ അവളോട് പറഞ്ഞിരിക്കും, മോളെ ഞാനൊന്നും ഡാൻസ് പഠിക്കൂലട്ടോ. കാരണം എന്താ? കല്യാണത്തിന്റെ അന്ന് ക്യാമറമാൻ പറയാ, വാപ്പന്റെ പേരോള് തുള്ളിയിട്ട് ഇങ്ങോട്ട് വരട്ടെ. എവിടേക്ക്? വേദിയിലേക്ക്. അപ്പൊ സാധു വാപ്പ ഒരു സ്റ്റെപ്പ് അന്ന് വരെ പഠിക്കാത്ത വാപ്പ അമ്മ ഓളപ്പരം തുള്ളി. ഇതാരാ പറയുന്നത്? ഏതോ അക്കും പാത്തിലും തിരിയാത്തൊരു വീഡിയോഗ്രാഫർ. ഇനി തുള്ളിയില്ലെങ്കിലോ കൂട്ടുകാരൊക്കെ ചെറുപ്പക്കാരനോട് എവിടുന്ന് കിട്ടിയടോ അങ്ങനത്തെ ഒരു സാധനത്തിന്? ഈ കാലഘട്ടത്തിൽ ഡാൻസിന്റെ സ്റ്റെപ്പ് അറിയാത്ത മോളോ? എവിടുക്കാ ഈ ഉമ്മത്തിന് നിങ്ങൾ കൊണ്ടുപോകുന്നത്? പെൺമക്കൾ ഉണ്ടായതും ആൺമക്കൾ, ഇനി ആൺമക്കൾക്കുണ്ടിട്ടോ. സ്റ്റേജുമേൽ നിന്നിട്ട് പെണ്ണിങ്ങനെ തുള്ളുക, ആണിങ്ങനെ ഒയന്ന് നിൽക്കുക. ഓനത് പടച്ച തമ്പുരാൻ എനിക്ക് കൈമലാകുകയും ചെയ്ത് ഇനിയിപ്പോ തലയും കുനിച്ച് നിന്ന് ബേജാറാകുന്ന എത്ര ആൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. ഓളോളെ സ്കൂളിൽ നിന്ന് വന്ന +2കാരൻ ചെക്കന്മാരെപ്പരം ഇങ്ങനെ ആർമാദിച്ച് തുള്ളുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയാ പറയുമ്പോൾ എന്നോട് നിങ്ങൾ വെറുപ്പ് തോന്നരുത്. കല്യാണത്തിന്റെ അന്ന് ഞമ്മക്ക് വയറ് കാണിച്ചാലൊന്നും പ്രശ്നമില്ല എന്നുള്ളൊരു നെയ്യത്തിലാ. അതുകൊണ്ടാണല്ലോ കാഞ്ചീപുരം സാരി അത് പകുതി കാണുന്ന, വയറിന്റെ മുക്കാഭാഗം തെളിയുന്ന, ഇതൊക്കെ ഹലാല എന്ന് കല്യാണത്തിന്റെ അന്നും പിറ്റേന്നും തലേന്നും. എന്നിട്ട് അള്ളാന്റെ ബർക്കത്തില്ല, കുടുംബത്തിലൊരു സ്വൈര്യല്ല, എല്ലാം ഉണ്ട്, സമാധാനമല്ല എന്ന് പറയുമ്പം പടച്ചോനൂടി തോന്നണ്ടേ ഞമ്മക്കിത് തരേ? അള്ളാഹ്കൂടി തോന്നണ്ടേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുത്തുനബീന്റെ കൂടെ ജീവിക്കണേ. ദുനിയാവിലെ 10-60 കൊല്ലം കുറച്ചൊക്കെ ഒരു സൂക്ഷ്മതയും കുറച്ചൊക്കെ ഒരു സന്തോഷവും അള്ളാഹുവിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടി വരും. ഇതൊന്നും ആഗ്രഹമില്ലാത്തവരല്ല ആരും. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇത് മാറ്റിവെക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതുകൊണ്ട്. ആ റസൂൽ ഈ ലോകത്തെ പഠിപ്പിച്ച ഏറ്റവും വലിയ സന്ദേശം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാ.